ഹായ് ഓൾ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്. ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്. ഈ ചാപ്റ്ററിന് നിങ്ങൾ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഒരുപക്ഷെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ ഏറ്റവും അധികം കുഴപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ചാപ്റ്ററിന് ഈ ടൈപ്പ് പ്രോബ്ലം മാത്രമേ ചോദിക്കുള്ളൂ. ഏത് ടൈപ്പ് പ്രോബ്ലം ആണത്, എങ്ങനെയാണ് ചെയ്യാനുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഈ ചാപ്റ്ററിന് പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ന്യൂമറിക്കൽ ടൈപ്പ് പ്രോബ്ലം ഒന്ന് മയോപ്പിയയിൽ നിന്ന് വരുന്നു, രണ്ടാമത് ഹൈപ്പർ മെട്രോപ്പിയയിൽ നിന്നുമാണ്. മയോപ്പിയുടെ പ്രോബ്ലം വന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, അതിനുശേഷം എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ദ ഫാർ പോയിന്റ് ഓഫ് മയോപ്പിക് പേഴ്സൺ ഈസ് 80 സെൻറ്റിമീറ്റർ. എന്താ പറഞ്ഞത്? മയോപ്പിക് പേഴ്സൺ ആണ്, അയാളുടെ ഫാർ പോയിന്റ് 80 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് ദി ഐ. വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് പവർ ഓഫ് ദി ലെൻസ് റിക്വയർഡ് ടു കറക്റ്റ് ദിസ് പ്രോബ്ലം? ഈ പ്രോബ്ലം കറക്റ്റ് ചെയ്യാനുള്ള ലെൻസ് ഏതാണ്? പ്ലസ് ലെൻസ് ആണോ, മൈനസ് ലെൻസ്, അതായത് കോൺകേവ് ലെൻസ് ആണോ, കോൺവെക്സ് ലെൻസ് ആണോ? ആ ലെൻസിൻ്റെ പവർ എത്രയാണ്? ഇതാണ് ചോദ്യം. സോ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഈ കേസ് മയോപ്പിയ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് തിങ്, ഇവിടെ തന്നിരിക്കുന്നത് ഫാർ പോയിന്റ് ആണോ എന്ന് നോക്കുക. ഫാർ പോയിന്റ് ആണ്, മയോപ്പിയാണ് എങ്കിൽ നിങ്ങളുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഗിവൺ വാല്യൂ. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്? സോ മയോപ്പിയ ആണെങ്കിൽ നിങ്ങളുടെ ആൻസറിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മൈനസ് ഓഫ് ഗിവൺ വാല്യൂ ആണ്, ഗിവൺ ഫാർ പോയിന്റ് വാല്യൂ ആണ്. ഇതാണ് ഷോർട്ട് കട്ട്. സോ സിമ്പിളായിട്ട് ചെയ്യാം. മയോപ്പിയ ഷോർട്ട് സൈറ്റ് ആണ്, വളരെ ഷോർട്ടായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആ ഗിവൺ വാല്യൂ ഫാർ പോയിന്റ് ആണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. കാര്യം മനസ്സിലായില്ലേ? നമുക്കിതിനെ എങ്ങനെ വന്നു നോക്കാം. നമ്മുടെ കേസ് എന്താ മക്കളെ? മയോപ്പിയാണ് അല്ലേ? എന്താ മയോപ്പിയ എന്ന് പറഞ്ഞാൽ? ഷോർട്ട് സൈറ്റ് ആണ്. അടുത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ ഇയാളുടെ ഫാർ പോയിന്റ്, നോർമലി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഫാർ പോയിന്റ് എത്രയാണ്? ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. നമുക്ക് ഇൻഫിനിറ്റി വരെയുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും. പക്ഷേ ഇയാളുടെ ഫാർ പോയിന്റ് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 80 സെൻറ്റിമീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? അങ്ങ് ദൂരെയുള്ള കാര്യങ്ങളെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ യു എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. വളരെ ദൂരെയുള്ള കാര്യങ്ങൾ വരെ നമുക്കിത് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. അത് എവിടെ ഇമേജ് കിട്ടിയാലേ കാണാൻ പറ്റുള്ളൂ? ഇയാളുടെ ഫാർ പോയിന്റ് ഇതാ ഇവിടെ 80 സെൻറ്റിമീറ്റർ എത്തിയിട്ടുണ്ട്. സോ ഇമേജ് എവിടെ കിട്ടണം? 80 സെൻറ്റിമീറ്റർ കിട്ടണം. കാര്യം മനസ്സിലായില്ലേ? സോ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ നമ്മുടെ ലെൻസ് ഇക്വേഷനിൽ ഈ കാര്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻസർ വേഗം കിട്ടും. ലെൻസ് ഇക്വേഷൻ എന്താ? 1/f is equal to 1/v minus 1/u എന്നാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ? ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കിക്കേ, യുവും വിയും ഉണ്ട്. യു എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് നെഗറ്റീവ് അല്ലേ? എവിടെയാണ്? ഇതാണ് ലെൻസ്. ഈ ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. ആൻഡ് ഇമേജ് ഡിസ്റ്റൻസ്, ഇമേജ് ഇസ് ഓൾസോ ഫൗണ്ട് ഓൺ ദി സെയിം സൈഡ്, ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. കാര്യം ഓക്കെയാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f is equal to 1/-80 minus of minus infinity. 1/infinity is 0. So 1/f is equal to minus 1/80 and f is equal to minus 80 centimeter. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ ചോദിച്ച കാര്യം എന്താ? രണ്ട് കാര്യങ്ങൾ വെച്ച്. വാട്ട് ഇസ് എ നേച്ചർ ആൻഡ് പവർ? നേച്ചർ, ഫോക്കൽ ലെങ്ത് മൈനസ് ആയി വരുന്ന ലെൻസ്. സോ നേച്ചർ എന്താ? നേച്ചർ ദ ലെൻസ് ഈസ് കോൺകേവ് അല്ലേ? അല്ലെങ്കിൽ ഡൈവർജിങ് ലെൻസ്. പവർ എത്രയാണ് വരിക? പവർ പി ഈസ് ഈക്വൽ ടു 1/f ആണ്. സോ ദാറ്റ് ഈസ് 1/80 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. സോ സെൻറ്റിമീറ്ററിലാണെങ്കിൽ 1/f, മീറ്ററിലാണെങ്കിൽ പവർ പി ഈസ് ഈക്വൽ ടു 100/f. സോ ഇത് നമുക്ക് 100 - -80 എന്ന് എഴുതാം. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10/-8. സോ ദിസ് ഈസ് ദ പവർ. ഇത്രയും ഡയോപ്റ്റർ ആണ് അതിൻ്റെ പവർ. സോ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ആലോചിക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടൂ. ഈ പേജ് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സെറ്റാക്കിയതാണ്. സോ രണ്ടാമതായി പ്രോബ്ലം എങ്ങനെ നോക്കാം? ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫ്രം ഹൈപ്പർ മെട്രോപ്പിയുടെ പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ആണ്. വളരെ ഷോർട്ടായിട്ട് ആൻസറും കണ്ടുപിടിക്കാൻ പറ്റി. ഹൈപ്പർ മെട്രോപ്പിയ അത്രത്തോളം ഷോർട്ട് അല്ല, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലവും ഷോർട്ട് അല്ല, ലോങ് സൈറ്റ് ആണ് അല്ലേ? സോ ഹൈപ്പർ മെട്രോപ്പിയയിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. അവിടെ യു ഈക്വൽ ടു -25 സെൻറ്റിമീറ്റർ. ഈ കാര്യമാണ് ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഹൈപ്പർ മെട്രോപ്പിയ ആണെങ്കിൽ യു ഇസ് ഈക്വൽ ടു 25 ആണ്. ന്യൂ കാർഡ്സും കൂടി അപ്ലൈ ചെയ്തപ്പോൾ -25 വന്നു. എന്താണ് ഈ 25? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിയർ പോയിന്റ് ഓഫ് നോർമലൈ. നോർമലൈയുടെ നിയർ പോയിന്റ് ഓഫ് വിഷൻ അത്രയാ 25 നമുക്കറിയാം അല്ലേ? ഈ കാര്യം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം. നോക്കിക്കോളൂ. നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലെൻസ് ഫോർമുല തന്നെയാണ്. എന്താ ചോദിച്ചത്? ലെൻസ് ഫോർമുലയിൽ 1/f is equal to 1/v minus 1/u.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രോബ്ലം നോക്കാം. നിയർ പോയിന്റ് ഓഫ് ഹൈപ്പർമെട്രോപിക് ഐ ഈസ് 1 മീറ്റർ. നോർമലി നമ്മുടെ നിയർ പോയിന്റ് എത്രയാ? ദാറ്റ് ഈസ് 25 അല്ലേ? ഇതാ 25 സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ നിയർ പോയിന്റ്. വിച്ച് മീൻസ് 25 സെൻറ്റിമീറ്ററുള്ള ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇയാളുടെ പ്രശ്നം എന്താ? അയാളുടെ നിയർ പോയിന്റ് എന്തായി മാറിയിട്ടുണ്ട്? 1 മീറ്റർ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചു, 25 സെൻറ്റിമീറ്ററിൽ വെച്ച ഒബ്ജക്റ്റ് ആണെങ്കിൽ വെരി ക്ലോസ് ടു ദി ഐ ആണ് നമ്മൾ ഫേസ് ചെയ്തെങ്കിൽ നമുക്കതിൻ്റെ ഇമേജ് എവിടെ കിട്ടണടാ? വി ഈസ് ഈക്വൽ ടു 1 മീറ്റർ. ഇയാളുടെ പ്രോബ്ലം അതാണ്, 1 മീറ്റർ. അവിടെയാണ് അയാളുടെ ഇമേജ് കിട്ടുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇവിടെ. യു ഇസ് ഈക്വൽ 25, വി ആണ് നമ്മൾ അവിടെ തന്നിരിക്കുന്ന അടുത്ത വാല്യൂ എടുക്കേണ്ടത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സോ 1/f ഇസ് ഈക്വൽ ടു 1/-100 അല്ലേ? 1 മീറ്റർ ഇസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ. ആൻഡ് അപ്ലൈയിങ് ന്യൂ കാർഡ് സൈൻ കൺവെൻഷൻ മൈനസ് കൺഫ്യൂഷൻ ഒന്നുമില്ല. സോ ദാറ്റ് മൈനസ് 1/-25. സോ ദാറ്റ് വിൽ ബി 1/100 പ്ലസ് അല്ലേ? മൈനസും പ്ലസ് ആയി 1/25. ഞാൻ അതിൻ്റെ LCM എടുക്കുന്നു. -1/100 പ്ലസ് 4/100. ദ ആൻസർ വിൽ ബി 3/100. സോ ഇതാണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 1/f ഇസ് ഈക്വൽ ടു 3/100 ആണ്. നമുക്കറിയുന്ന കാര്യമുണ്ട്, പവറാണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ പവർ ഇസ് ഈക്വൽ ടു 1/f ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 3/100 അല്ലേ? ഇവിടെ നോക്കിയേ, സെൻറ്റിമീറ്ററിലാണ്. സോ 3/100 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 100 സെൻറ്റിമീറ്റർ അതിനുമായി 3/1 മീറ്റർ എന്ന് എഴുതാം. 3/1 ദാറ്റ് ഈസ് 3 ഡയോപ്റ്റർ പ്ലസ് 3 ഡയോപ്റ്റർ. സോ പവർ ഓഫ് ദി ലെൻസ് എത്രയാണ് വരുന്നത്? +3 ഡയോപ്റ്റർ ആണ്. ആൻഡ് ദ ലെൻസ് ഈസ് കോൺകേവ്. അപ്പോൾ സിമ്പിൾ ടെക്നിക്കായിട്ട് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ച് വെക്കുക. മയോപ്പി ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വാല്യൂ നിയർ പോയിന്റ് ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്. ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ യു ഇസ് ഈക്വൽ ടു -25 ഓർത്ത് വെക്കുക. ബാക്കി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്.